Hello friends, welcome to Zodiac exam series discussion. This is week 13 and we are going to discuss question number 301 to 325. Myself Hari Krishna, academic coordinator of Zodiac Academy. So we'll move to discussion of questions. Question number 301, which of the following nursing diagnosis is a priority for a client with multiple myeloma? So the right answer is option A, risk for injury. നമുക്കറിയാം മൾട്ടിപ്പിൾ മൈലോമ അവിടെ എന്താണ് സംഭവിക്കുന്നത്? There will be extensive bone loss due to osteoclast activity factor which is produced by plasma cells. So osteoclast activity നിങ്ങൾക്കറിയാം ഓസ്റ്റിയോക്ലാസ്റ്റ്, ഓസ്റ്റിയോബ്ലാസ്റ്റ്, ഓസ്റ്റിയോസൈറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ഓസ്റ്റിയോസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോൺ സെൽസ്, ഓസ്റ്റിയോബ്ലാസ്റ്റ് ബോൺ ഫോമിംഗ് സെൽസ്, ഓസ്റ്റിയോക്ലാസ്റ്റ് ബോൺ ഡിസ്ട്രക്ഷൻ സെൽസ്. അപ്പോൾ എക്സ്റ്റെൻസീവ് ബോൺ ലോസ് വിച്ച് ഹാപ്പൻസ് ഡ്യൂ ടു ദ ഓസ്റ്റിയോക്ലാസ്റ്റ് ആക്ടിവിറ്റി ഫാക്ടർ which is produced by plasma cells. അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് ഫോർ ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് പ്രയോറിറ്റി കേസ്. Question number 302, which of the following assessment findings in the perineal area of a postpartum client increases the suspicion of a perineal hematoma? Right answer option C, severe pain ആണ്. അതായത് ഹെമറ്റോമ, പെരിനിയൽ ഹെമറ്റോമയുടെ സസ്പീഷൻ ഉണ്ടാവുമെന്നുള്ളത് ആണ് നമുക്ക് ഡൗട്ട് അവിടെ. സോ ഹെമറ്റോമ causes pressure in the perineal area and that pressure in the perineal area will be resulting in severe pain. So option C ആണ് right answer. 303, after the discharge of a client at 35 weeks gestation following the treatment of acute pyelonephritis, the discharge instruction should focus on signs and symptoms of, the spelling signs ആണ്, signs and symptoms of. 303 right answer is option A, preterm labor. നമ്മുടെ a gravid client with acute pyelonephritis should look for signs and symptoms of preterm labor because UTI ഉണ്ടായി കഴിഞ്ഞാൽ that can predispose the client to preterm labor. സോ നമ്മുടെ ചോദ്യം എന്താണ്? അക്യൂട്ട് പൈലോനെഫ്രൈറ്റിസിന്റെ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ UTI ആണെങ്കിൽ നമുക്കത് ഒരു പ്രീടേം ലേബർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 304, in a client diagnosed to be suffering from amniotic fluid embolism, to which system would the nurse direct his assessment? Right answer is option C, respiratory system. Amniotic fluid embolism ആണ്. സോ അവിടെ സഡൻ ഡിസ്നിയ വിത്ത് ചെസ്റ്റ് പെയിൻ ആഫ്റ്റർ ഡെലിവറി ഇസ് ഇൻഡിക്കേറ്റീവ് ഓഫ് amniotic fluid embolism. So dyspnea, which is related to the respiratory system. So option C ആണ് right answer. 305, which of the following assessment findings indicate the development of HELP syndrome? Important ഒരു ചോദ്യമാണ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. പെറ്റക്കെ ഓൺ ദി എക്സ്ട്രിമിറ്റീസ്. എന്താണ് ഹെൽപ്പ് സിൻഡ്രോം? നമ്മൾ പ്രീ എക്ലാംസിയ ഒക്കെ പറയുമ്പോൾ നമ്മുടെ ഹെൽപ്പ് സിൻഡ്രോം കേട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹീമോലൈസിസ്. ഇ മീൻസ് എലിവേറ്റഡ് ലിവർ എൻസൈംസ്. എലിവേറ്റഡ് എൽ എന്താണ്? ലിവർ എൻസൈംസ്. ദെൻ അടുത്ത എൽ ലോ പി പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. ഇതാണ് നമ്മൾ ഹെൽപ്പ് സിൻഡ്രോം എന്ന് പറയുന്നത്. അവിടെ ബ്ലീഡിംഗ് എന്നുള്ളത് ഒരു കോമൺ സൈൻ ഓഫ് ഹെൽപ്പ് സിൻഡ്രോം ആണ്. അതുകൊണ്ട് തന്നെ പെറ്റക്കെ ഓൺ ദ എക്സ്ട്രിമിറ്റീസ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 306, pitocin is given to a client after delivery of the placenta in order to, option C ആണ് റൈറ്റ് ആൻസർ, help control bleeding. നമ്മൾ pitocin എന്തിനാണ് കൊടുക്കുന്നത്? അവർക്ക് യൂട്രൈൻ കൺട്രാക്ഷൻസ് സ്റ്റിമുലേറ്റ് ചെയ്ത് ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കും. അതിനാണ് നമ്മൾ pitocin അവർക്ക് കൊടുക്കുന്നത്. 307, after delivery, which are the following assessment findings in a client should the nurse immediately report to the physician? Right answer option C ആണ്, pain on dorsiflexion of the leg. അവിടെ എന്താണ് പെയിൻ ഓൺ ഡോർസിഫ്ലക്ഷൻ ഓഫ് ദി ലെഗ്? നമ്മൾ ഹോമാൻ സൈൻ കേട്ടിട്ടുണ്ട്. ഇതൊരു പോസിറ്റീവ് ഹോമാൻ സൈൻ ആണ്. പെയിൻ ഓൺ ഡോർസിഫ്ലക്ഷൻ ഓഫ് ദി ലെഫ്റ്റ്. നമ്മൾ കാഫ് മസിൽ ടെൻഡർനെസ് നമ്മൾ പറയാറുണ്ട്. ത്രോംബോ എംബോളിസം, ത്രോംബോഫിബൈറ്റിസിനൊക്കെ വരുന്ന സൈൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലോസ് മോണിറ്ററിങ് അവിടെ ആവശ്യമുണ്ട്. നിങ്ങൾ എപ്പോഴും കേട്ടിട്ടാണ് ഒരു ഡെലിവറിക്ക് ശേഷം നമ്മൾ അസസ്മെന്റ് നമ്മൾ പറയാറുണ്ട് ബബ്ലേഴ്സ് അല്ലെ? ബ്രസ്റ്റ്, യൂട്രസ്, ബവൽ, ബ്ലാഡർ, ലോക്കിയ, ദെൻ response and S for signs of thrombophlebitis. നമ്മൾ ഈ രീതിയിൽ ബബ്ലേഴ്സ് എന്നൊരു കോഡ് പറയാറുണ്ട്. 308, which of the following assessment finding is considered normal? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇതിൽ ഏതാണ് നോർമൽ എന്നുള്ളത്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. weight of 2700 grams in second week down from 3000 grams at birth. മനസ്സിലാക്കുക, ഒരു 5 തൊട്ട് 10% ലോസ് ഓഫ് വെയിറ്റ് ഉണ്ടാകും. ബർത്ത് വെയിറ്റിനെക്കാളും ലോസ് ഓഫ് വെയിറ്റ് ഉണ്ടാകും ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വീക്സ് ആഫ്റ്റർ ഡെലിവറി.
ഇവിടെ തന്നെ നമ്മളൊരു നോർമൽ എന്ന് പറയുന്ന കേസിൽ എന്ന് പറയുന്നത് 20 സെക്കൻഡ് ഓഫ് അപ്നിയ, അതായത് അപ്നിയ ഓഫ് ലെസ് ദാൻ 20 സെക്കൻഡ്സ്, അല്ലെങ്കിൽ അക്രോസൈനോസിസ്, ദാറ്റ് ഈസ് സൈനോസിസ് ഓഫ് ഡിസ്റ്റന്റ് എക്സ്ട്രിമിറ്റീസ്, ദെൻ അബ്ഡോമിനൽ ബ്രീത്തിങ് എന്നൊക്കെ പറയുന്നതെല്ലാം നമ്മൾ നോർമൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 309. When obtaining an apical pulse, the best area to place the stethoscope is on. Option C, fifth intercostal space mid-clavicular line ആണ് റൈറ്റ് ആൻസർ. നമ്മൾ PMI എന്ന് പറയും, പോയിന്റ് ഓഫ് മാക്സിമം ഇമ്പൾസ്. ആ പോയിന്റ് ഓഫ് മാക്സിമം ഇമ്പൾസ് ആണ് ഫിഫ്ത് ഇന്റർകോസ്റ്റൽ സ്പേസ് മിഡ് ക്ലാവിക്കുലർ ലൈൻ. സോ അവിടെയാണ് നമ്മൾ സ്റ്റെത്ത് വെക്കുന്നത്. 310. In Duchenne muscular dystrophy, which of the following motor skills is initially affected by the disorder? Important question ആണ്. C ആണ് റൈറ്റ് ആൻസർ, സ്റ്റാൻഡിങ്. നമ്മളവിടെ ഗോവേഴ്സ് സൈൻ എന്നൊരു ടേം കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫിയിൽ ഏത് മോട്ടോർ സ്കില്ലാണ് ഇനിഷ്യലി അഫക്ട് ആവുന്നത് വെച്ചാൽ സ്റ്റാൻഡിങ് ആണ്. ദ യൂസസ് ദി അപ്പർ എക്സ്ട്രിമിറ്റീസ് ടു ബ്രേസ് ദ ബോഡി ആസ് ഹി അറ്റംപ്റ്റ്സ് ടു സ്റ്റാൻഡ്. നമ്മൾ ഗോവേഴ്സ് സൈൻ ഈസ് പ്രസന്റ് വെൻ എ ക്ലയന്റ് യൂസസ് ദി അപ്പർ എക്സ്ട്രിമിറ്റീസ് ടു ബ്രേസ് ദ ബോഡി ആസ് ഹി അറ്റംപ്റ്റ്സ് ടു സ്റ്റാൻഡ്. അപ്പോൾ സ്റ്റാൻഡിങ്ങിനാണ് ആദ്യം അഫക്ട് ചെയ്യുന്നത്. ആ ഇമേജ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫിയുടെ വീഡിയോസ് കേസുകൾ കാണാൻ പറ്റില്ലെങ്കിൽ വീഡിയോസ് എടുത്ത് നമുക്കത് കാണാൻ പറ്റും. 311. പോപ്പുലേഷൻ വാല്യൂ ഈസ് കോൾഡ്. നമ്മൾ സാമ്പിളിംഗിൽ പറയുന്നതാണ്. പോപ്പുലേഷൻ വാല്യൂവിനെ നമ്മൾ പാരാമീറ്റർ എന്നും സാമ്പിൾ വാല്യൂവിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്നും പറയും. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 312. പാരാമെട്രിക് ടെസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് കോറിലേഷൻ. വീണ്ടും സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നതാണ്. നമ്മൾ കോറിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാരാമെട്രിക് ടെസ്റ്റ് ആണ് കോൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ്. നമ്മൾ പിയേഴ്സണും സ്പിയർമാനും നമ്മൾ പറയാറുണ്ട്. ഇവിടെ പാരാമെട്രിക് ടെസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാൾ പിയേഴ്സന്റെ ആണ്. അവിടെ ഫോമുല നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടാവും, കോവേരിയൻസ് ഓഫ് എക്സ് വൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവൈഡ് ബൈ ഒരു ഫോർമുല ഉണ്ട്. സോ കാൾ പിയേഴ്സൺസ് വാല്യൂ എപ്പോഴും -1 to +1 ഇടയിലായിരിക്കും ലൈ ചെയ്യുന്നത്. മുന്നേയുള്ള വീഡിയോസിൽ ഞാൻ അതിന്റെ ഒരു ഗ്രാഫിക്കൽ ഇത് വരച്ചിട്ടുണ്ട്. +1 ആവുമ്പോൾ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്നുള്ളതും -1 ആവുമ്പോൾ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്നുള്ളതൊക്കെ നമ്മൾ വരച്ച് കാണിച്ചിട്ടുണ്ട്. 313. How should the nurse assess for crepitus in a client with subcutaneous emphysema? നമ്മൾ സബ്ക്യൂട്ടേനിയസ് എംഫൈസീമ ഉണ്ടെങ്കിൽ നമ്മൾ ഓസ്കൾട്ടേഷൻ ആണ് ചെയ്യുന്നത്. ഒരു ഗ്രേറ്റിംഗ് ക്രാക്ലിംഗ് സൗണ്ട് ആയിരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ക്രെപ്പിറ്റസ് അല്ലെ, ഒരു ക്രാക്ലിംഗ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. സബ്ക്യൂട്ടേനിയസ് എംഫൈസീമയിൽ നമ്മൾ ഓസ്കൾട്ടേഷൻ വഴിയാണ് അത് ഡയഗ്നോസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 314. How should the nurse assess for intermittent claudication? ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Ask the client to walk until he complains of pain and then allow him to rest. നിങ്ങൾ ഇന്റർമിറ്റന്റ് ക്ലോഡിക്കേഷൻ കേട്ടിട്ടുണ്ടാവും. കാഫ് പെയിൻ വിച്ച് ഈസ് വേഴ്സൺഡ് ബൈ ആക്ടിവിറ്റി ആൻഡ് റിലീവ്ഡ് ബൈ റെസ്റ്റ്. അതാണ് ഇന്റർമിറ്റന്റ് ക്ലോഡിക്കേഷനിൽ സംഭവിക്കുന്നത്. നമുക്ക് അവിടെ എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇന്റർവെൻഷൻസ് സ്മോക്കിംഗ് സെസേഷൻ, റൈനോഡ് സിൻഡ്രോമും TAO ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ്, അവോയ്ഡിങ് ഓഫ് ക്രോസിംഗ് ലെഗ്സ് വൈൽ സിറ്റിംഗ്, ഇതുവഴിയൊക്കെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഈ രീതിയിലാണ് നമുക്ക് ഇന്റർമിറ്റന്റ് ക്ലോഡിക്കേഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 315. Which of the following manifestation is indicative of laryngeal cancer? Option C, hoarseness of voice on the right answer. That's a classical indicative symptom of CA larynx. 316. After splenectomy, which of the following assessment is a nursing priority? Right answer option D ആണ് quality of respiration of client. നമ്മൾ സ്പ്ലെനക്ടമി നടത്തുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മിക്കുക, ഡ്യൂ ടു ദ പ്രോക്സിമിറ്റി ഓഫ് സർജിക്കൽ ഇൻസിഷൻ ടു ഡയഫ്രം, എവിടെ ഒരു റെസ്പിറേറ്ററി പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ക്വാളിറ്റി ഓഫ് റെസ്പിറേഷൻ ഓഫ് ക്ലൈന്റ് ആണ് നമ്മളോട് അസസ് ചെയ്യുന്നത് സ്പ്ലെനക്ടമിക്ക് ശേഷം. 317. Which of the following condition is a client most at risk for post-cholecystectomy? Right answer option C, hypostatic pneumonia ആണ്. Breathing pattern of a post-operative client is impaired due to pain. So breathing pattern impaired ആവാൻ സാധ്യതയുണ്ട് പെയിൻ കാരണം. അങ്ങനെ വരുമ്പോൾ client become unable to clear the airway, which will increase the risk of hypostatic pneumonia. ഓർമ്മിക്കുക. So C ആണ് right answer. 318. Which of the following client is most at risk for thromboembolism? Right answer option B ആണ്. A 60-year-old client in traction. ത്രോംബോഎംബോളിസത്തിന് വരാനുള്ള സാധ്യത എന്നുള്ളതാണ് ചോദ്യം. സ്റ്റാസിസ് ഓഫ് ബ്ലഡ് ആണ് അതിന്റെ റീസൺ. നമ്മളെപ്പോഴും അവിടുത്തെ റിസ്ക് ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് ഓൾഡർ അഡൾട്ട് വിത്ത് ഫ്രാക്ചേഴ്സ്, ഹിസ്റ്ററി ഓഫ് ത്രോംബോഫ്ലെബൈറ്റിസ്, ഇമ്മൊബിലൈസ്ഡ് ക്ലയൻസ്, ഒബീസ് ക്ലയൻസ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും റിസ്ക് കാറ്റഗറിയാണ്. നമുക്ക് റേഞ്ച് ഓഫ് മോഷൻ, പാസീവ് എക്സസൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും, ലെഗ്സ് എലിവേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും, എൻകറേജ് മൊബിലിറ്റി ആൻഡ് റിപ്പോർട്ട് കാഫ് പെയിൻ ആൻഡ് ഇൻക്രീസ് ഇൻ കാഫ് സൈസ് ആൻഡ് ടെമ്പറേച്ചർ എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയാണ് നമുക്കത് നോക്കാൻ പറ്റുന്നത്. 319. Parents of a child diagnosed with Cooley's anemia should be referred to. Option C ആണ് റൈറ്റ് ആൻസർ. ജനറ്റിസിസ്റ്റ് ആണ് റൈറ്റ് ആൻസർ. ബിക്കോസ് ഇതൊരു ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ് കൂലീസ് അനീമിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജനറ്റിസിസ്റ്റിന്റെ അടുത്താണ് റെഫർ ചെയ്യേണ്ടത്. 320.
Which of the following sounds auscultated in the different parts of the body is abnormal? നമ്മൾ ക്ലിയർ ബ്രത്ത് സൗണ്ട് ഇൻ ദ ചെസ്റ്റ് ഓക്കെ നോർമൽ ആണ്. S3 സൗണ്ട് നോർമൽ ആണ്. ഗ്രൗളിംഗ് സൗണ്ട് ഇൻ ദ അബ്ഡോമൻ നോർമൽ ആണ്. S3 സൗണ്ട് നമ്മൾ പീഡിയാട്രിക് ക്ലയന്റ് പറയുന്നതാണ്, അത് നോർമൽ ആണ്. ഇതിൽ അബ്നോർമൽ എന്ന് പറയുന്നത് വാസ്കുലാർ സൗണ്ട് ഇൻ ദി അബ്ഡോമൻ ആണ്. സോറി, വാസ്കുലാർ സൗണ്ട് ഇൻ ദ അബ്ഡോമൻ ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് അബ്ഡോമൻ അയോർട്ടിക് അന്യൂറിസം. നോർമലി നമുക്കൊരു ഗ്രൗളിംഗ് സൗണ്ട് ഇൻ ദ അബ്ഡോമൻ ആണ് നമ്മൾ കേൾക്കാറുള്ളത്. അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അബ്ഡോമിനൽ സൗണ്ട്സ് ആർ അസസ്ഡ് യൂസിങ് ഡയഫ്രം ഓഫ് സ്റ്റെതസ്കോപ്പ്. നോർമലി ഒരു ഗർഗ്ലിംഗ് ഹൈ പിച്ച് സൗണ്ട് ആണ് കേൾക്കാറുള്ളത്. ബ്രത്ത് സൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ വെസിക്കുലാർ, ബ്രോങ്കോ വെസിക്കുലാർ, ബ്രോങ്കിയൽ സൗണ്ട്സ് പറയാറുണ്ട്. അതുപോലെ കാർഡിയക് സൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ S1 S2 നോർമൽ കാർഡിയക് സൗണ്ട്സ് ആണ്. S3 നമ്മൾ നോർമൽ ഇൻ ചിൽഡ്രൻ ബട്ട് മേ ഇൻഡിക്കേറ്റ് ഹാർട്ട് ഫെയിലിയർ ഇൻ ദി എൽഡർലി. നമ്മൾ കില്ലിപ്പ് ക്ലാസിഫിക്കേഷൻ ബന്ധപ്പെട്ടത് പറയാറുണ്ട്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 321. Before administration of potassium chloride, what should the nurse check? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. യൂറിൻ ഔട്ട്പുട്ട് ആണ് ചെക്ക് ചെയ്യേണ്ടത്. കാരണം പൊട്ടാസ്യം ഇസ് പ്രൈമർലി എക്സ്ക്രീറ്റഡ് ബൈ കിഡ്നീസ്. അപ്പോൾ ഒളിയൂറിൻ ഉണ്ടായി കഴിഞ്ഞാൽ പൊട്ടാസ്യം അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കോസ് സിറം പൊട്ടാസ്യം കോൺസെൻട്രേഷൻ ടു റൈസ് ഡേഞ്ചറസ്ലി. അതുകൊണ്ട് തന്നെ യൂറിൻ ഔട്ട്പുട്ട് മോണിറ്ററിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ കോർ പോയിന്റ് ഓർമ്മിക്കുക, പൊട്ടാസ്യം ഇസ് പ്രൈമർലി എക്സ്ക്രീറ്റഡ് ബൈ കിഡ്നീസ്, അത് ഓർമ്മിച്ചു പോകും. 322. Dobutamine is administered to a client with cardiac decompensation in order to. Right answer option B, increase cardiac output. Dobutamine എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് അനോട്രോപിക് എഫക്ട് തരുന്ന ഡ്രഗ് ആണ്. ഒരു β1 സെലക്റ്റീവ് അഡിനർജിക് അഗണിസ്റ്റ് ആണ്. That will increase the myocardial contractility, which in turn will increase the cardiac output. So നമ്മളുടെ അയനോട്രോപിക്, ക്രോണോട്രോപിക്, ഡ്രോമോട്രോപിക് ഏജൻസ് ഹാർട്ട് റേറ്റും കൺട്രാക്ടിലിറ്റിയും AV കണ്ടക്ഷനും ഏത് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ആണ് കൂട്ടുന്നത്, അതിന്റെ എക്സാമ്പിൾസ് കാർഡിയോളജി ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. 323. Which of the following blood test is related to DKA? ഡയബറ്റിക് കീറ്റോസിഡോസിന് ബന്ധപ്പെട്ട് ഇതിൽ ഏത് വാല്യൂ ആണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻ ഡി ഹെമറ്റോക്രിറ്റ് ആണ് റൈറ്റ് ആൻസർ. ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെഷർ ഓഫ് പെർസെന്റേജ് ഓഫ് RBC ഇൻ ടോട്ടൽ ബ്ലഡ് വോളിയം എന്നുള്ളതാണ് നമ്മൾ ഹെമറ്റോക്രിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോർമലി മെയിൽസിൽ ഒരു 42 മുതൽ 52% ആണ് നമ്മൾ ഹെമറ്റോക്രിറ്റ് വാല്യൂ പറയുന്നത്. ഫീമെയിൽസിലാണെങ്കിൽ 37 to 47% ആണ് നമ്മൾ നോർമൽ വാല്യൂ പറയാറുള്ളത്. എലിവേറ്റഡ് ഹെമറ്റോക്രിറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ വിച്ച് ഇൻഡിക്കേറ്റീവ് ഓഫ് ഡീഹൈഡ്രേഷൻ, അതാണ് DKAയിൽ നമ്മൾ കാണാൻ സാധ്യതയുള്ളത്. അപ്പൊ എലിവേറ്റഡ് ഹെമറ്റോക്രിറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ. നമുക്കറിയാം DKA പഠിക്കുമ്പോൾ ഇൻട്രാസെല്ലാറും എക്സ്ട്രാ സെല്ലാർ കമ്പാർട്ട്മെന്റിൽ എത്രമാത്രം ഫ്ലൂയിഡ് ഡെഫിസിറ്റ് ഉണ്ടാവുന്നു, ഡീഹൈഡ്രേഷന്റെ പത്തോളജി എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇൻക്രീസ്ഡ് ഹെമറ്റോക്രിറ്റ് വാല്യൂ നമ്മൾ കാണുന്നതിന് ഒരു കോഡ് നിങ്ങൾക്ക് ഓർമ്മിക്കാം. സ്പീഡ് എന്ന് ആലോചിച്ചാൽ അത് ഏതൊക്കെ കണ്ടീഷനിൽ പൊതുവെ കാണുന്നു? ഷോക്ക്, പോളിസൈത്തീമിയ, എക്ലാംസിയ, എറിത്രോസൈറ്റോസിസ്, ഡീഹൈഡ്രേഷൻ. ഇതിലെല്ലാം തന്നെ ഇൻക്രീസ്ഡ് ഹെമറ്റോക്രിറ്റ് വാല്യൂ കാണും. നമ്മൾ ഡിക്രീസ്ഡ് ഹെമറ്റോക്രിറ്റ് വാല്യൂ നമുക്ക് സ്ലോ എന്നും പറയാം. സിവിയർ മാൽന്യൂട്രീഷൻ, ലുക്കീമിയ, ഓർഗൻ ഫെയിലിയർ, വീക്ക്നെസ് ഡ്യൂ ടു അനീമിയ. മനസ്സിലായല്ലോ? സ്പീഡും സ്ലോയും ഓർമ്മിക്കുക. ഹെമറ്റോക്രിറ്റ് വാല്യൂ കൂടുന്ന കണ്ടീഷൻസ്, കുറയുന്ന കണ്ടീഷൻസ് അങ്ങനെ അറിഞ്ഞിരിക്കുക. ഹെമറ്റോക്രിറ്റ് വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, അതാണ് DKAയിൽ കാണുന്നത്. 324. Which of the following data in client's history would contraindicate the use of sildenafil? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ആൻജൈന പെക്ടോറിസ്. സിൽഡനാഫിൽ സിട്രേറ്റ് നമ്മൾ ട്രേഡ് നെയിം വയാഗ്ര എന്ന് പറയും. വയാഗ്രയും നമ്മൾ നൈട്രോഗ്ലിസറിൻ അല്ലെ, നമ്മൾ ഓക്കെ നമ്മൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡേറ്റ ഇൻ ക്ലയൻസ് ഹിസ്റ്ററി കോൺട്രാക്ട് യൂസ് ഓഫ്. കാരണം ആൻജൈന പെക്ടോറസിന്റെ ലൈൻ ഓഫ് മാനേജ്മെന്റ് നമ്മൾ പറയുന്നത് നൈട്രോഗ്ലിസറിൻ നമ്മൾ കൊടുക്കും. വയാഗ്രയും അല്ലെങ്കിൽ സിൽഡനാഫിൽ സിട്രേറ്റും നൈട്രോഗ്ലിസറിനോട് നമ്മൾ ഒരുമിച്ച് കൊടുക്കാൻ പാടില്ല. ബിക്കോസ് ബോത്ത് ആർ വാസോ ഡയലറ്റേഴ്സ്. സിവിയർ ഹൈപ്പോടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആൻജൈന പെക്ടോറസിന്റെ ലൈൻ ഓഫ് മാനേജ്മെന്റിൽ നമ്മൾ നൈട്രോഗ്ലിസറിൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അത് വരുമ്പോൾ ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ ആണെന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. And last question 325. ECG of a client shows PR interval of 0.32 second. Which drug should be given immediately? Right answer option D, atropine sulfate ആണ്. PR interval 0.20 വരെ നമ്മൾ നോർമലി പറയും. അതിന്റെ വാല്യൂസ് എല്ലാം നമ്മൾ ഓരോന്നിന്റെയും കാർഡിയോളജി ക്ലാസ്സിൽ പഠിക്കും. സോ PR interval, പ്രൊലോങ്ഡ് PR interval എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്കിന്റെ ലക്ഷണമാണ്. നമ്മൾ അവിടെ ആന്റി കോളിനർജിക് ഡ്രഗ് ടു ഇൻക്രീസ് ദ ഹാർട്ട് റേറ്റ് നമ്മൾ കൊടുക്കുന്നത് അട്രോപ്പിൻ സൾഫേറ്റ് ആണ്. സോ ഇതാണ് ഇന്നത്തെ 25 ചോദ്യത്തിന്റെ ഡിസ്കഷൻ, ഈ വീക്കിലെ ഡിസ്കഷൻ. ഹോപ്പ് യു ആർ നോട്ടിംഗ് ഡൗൺ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്. നമ്മളിപ്പോൾ ഒരു 325 ചോദ്യം ഒരു ഫ്രീ ഡിസ്കഷൻ ആയിട്ടുണ്ട്. തുടർന്ന് ഇനിയും ക്വസ്റ്റ്യൻസ് നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കത് ഉപയോഗമാണെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം നോട്ട് ഡൗൺ ചെയ്ത് ഒരു ബുക്കിൽ എഴുതി വെച്ച് പഠിക്കുക. കാരണം കോമ്പറ്റീഷൻ അത്രത്തോളം കൂടുതലാണ്.
ഒരുപാട് പേര് വളരെ എന്താണ് കോൺഫിഡന്റ് ലെവലിലോട്ട് പഠിച്ച് വരുന്നോണ്ടിരിക്കുകയാണ്. നമ്മളുടെ സെന്റർ വഴിയാണെങ്കിലും വളരെ നല്ല കോമ്പറ്റീഷൻ നമുക്കത് കാണാൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഹെൽത്ത് കെയർ കോമ്പറ്റീഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ നമ്മുടെ 7ാമത്തെ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഓൺലൈൻ. സോ 7th ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര വളരെ ചുരുക്ക സമയം കൊണ്ടാണ് 7th ബാച്ചിലോട്ട് നമ്മൾ എത്തിയത്. ക്വാളിറ്റി ഓഫ് ക്ലാസ് കാരണമാണ് നമുക്ക് ഇത്രയും നമ്പർ കൂടുന്നതും. സോ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് നമ്മുടെ സോഡിയക്കിന്റെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്ത് ആസ് ഏർലി ആസ് പോസിബിൾ ജോയിൻ ചെയ്യുക. എക്സാം ഡേറ്റ് ഒന്നും വന്നിട്ടില്ല, ഇനിയും നമുക്ക് സമയമുണ്ട്. ഒരു 6 മാസത്തോളം എങ്ങനെയായാലും എക്സാമിന് സമയം കിട്ടും. ഒരു മെറ്റിക്കുലസ് ലേണിംഗ് എന്ന് പറയുന്ന പോലെ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിൽ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്കൊരു ജോലി ഉറപ്പാണ്, സർക്കാർ ഉദ്യോഗസ്ഥർ ആയി മാറാൻ പറ്റും. സോ ഓൾ ദി ബെസ്റ്റ്. See you next week. Thank you.